ഞാൻ ഇതിൽ കൂടുതൽ എന്തോ ചെയ്യാനുണ്ട്? ഞാൻ ഇതിനകത്തൊരു വീഡിയോ ഇട്ട് ആര് കാണാൻ? സോനം വാങ്ചുക്, CJP, ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ്, ഇതാണ് നമ്മുടെ ഫീഡിലെല്ലാം. ഇപ്പോൾ കുറെ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും എല്ലാം ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാനും കാണുന്നുണ്ടായിരുന്നു. നമ്മളെ ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇതിൽ കൂടുതൽ എന്തോ ചെയ്യാനാണ്, ഞാൻ ഇതിനകത്തൊരു വീഡിയോ ഇട്ട് ആര് കാണാനാണ് എന്ന് ചിന്തിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഇതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുകയോ എതിർക്കുകയോ ഒന്നും ചെയ്യുമല്ല. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീയെന്നോ കുട്ടിയെന്നോ ബാക്കിയുള്ള മനുഷ്യനെന്നോ ഉള്ള പരിഗണന ഇല്ലാതെ മൃഗീയമായിട്ടുള്ള ആക്രമണങ്ങളാണ്. കാരണം അവരെ ഉപദ്രവിക്കുന്നതും തലപൊട്ടി ചോര ഒഴുകി പോകുന്നതും വലിച്ചെറിയുന്നതും ഉള്ള കാഴ്ചയാണ് ഇപ്പൊ ഫീഡുകൾ മൊത്തമുള്ളത്. ഇത് കണ്ടിട്ട് എങ്ങനെ നമ്മൾ പ്രതികരിക്കാതിരിക്കും? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് പോലും ഇപ്പൊ സംശയം. കാരണം ഒരു പ്രൊട്ടസ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെ അടിച്ചോടിക്കും. ഈ ഒരു ഇഷ്യൂ കാരണം എത്ര സ്റ്റുഡൻസിന്റെ ജീവിതം പോയി, ചിലവർ ജീവൻ ഒടുക്കി, ചിലവരുടെ കരിയർ അല്ലാതെ പോയി. എത്രത്തോളം എക്സ്പെക്ടേഷൻ കാണും അവർക്ക്. ഈ വിദ്യാഭ്യാസം, ഈ നീറ്റ് പോലത്തെ എക്സാമിന്റെ ചോദ്യ പേപ്പർ പോലും കാശ് കൊടുത്താൽ കിട്ടുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സമ്പ്രദായം ഒന്ന് ആലോചിച്ചു. അത്രയ്ക്ക് അധപ്പതിച്ച് പോയ ഒരു സിസ്റ്റമാണ് നമ്മുടെ സത്യം പറഞ്ഞത്. ഇങ്ങനെ പാസ്സായി വരുന്നവരുടെ മുമ്പിലേക്കായിരിക്കും നമ്മൾ നാളെ പോയി തല കൊണ്ട് വെക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. റേസ് യുവർ വോയിസ് ഗൈസ്. ഇത് നമുക്കൂടെ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക.